ഹായ് ഹലോ, ഇന്ന് ഈ പോകുന്നത് ആരുടെ വീട്ടിലേക്കാണെന്നറിയോ? എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ സാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം മുടവൻമുകളിലുള്ള വീട്ടിലേക്കാണ്. ദേ കണ്ടില്ലേ, മുടവൻമുകൾ എന്ന് പറയുമ്പോൾ തന്നെ ലാലേട്ടനെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള വഴി കേട്ടോ. പനംകൂട് എന്ന് എഴുതിയിരിക്കുന്ന റൂട്ടിലോട്ടാണ് പോകേണ്ടത്. എന്നിട്ട് ചെമ്പക കിൻഡർ ഗാർഡൻ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹിൽ വ്യൂ എന്ന മുടവൻമുകളിലെ ഹിൽ വ്യൂ എന്ന വീട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മോഹൻലാൽ സാറിൻ്റെ ശ്രീ മോഹൻലാൽ സാറിൻ്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ വീട്. ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ. വീടിൻ്റെ അകത്തൊരു നെറ്റിപ്പട്ടമൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് എടുത്തതേ ഉള്ളൂ. വീട്ടിൽ ആരുമില്ല. അദ്ദേഹം കൊച്ചിയിലോ ചെന്നൈയിലൊക്കെ ആയിരിക്കാം. ഇപ്പോൾ വീടിനുള്ളിൽ ആരുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ഒരു മുൻവശമൊക്കെ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വിശ്വനാഥൻ നായർ എന്ന പേരും അതുപോലെ അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം, അതൊക്കെ ഉണ്ട്. പിന്നെ ഹിൽ വ്യൂ എന്നുള്ള പേരും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ വീടിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോകുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ വീട് എന്ന് തോന്നുന്നു, ആദ്യത്തെ വീട്. അതിന് ശേഷമാണ് ഹിൽ വ്യൂ എന്ന വീട് വന്നതെന്ന് തോന്നുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കാറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, പഴയ കാറൊക്കെ അവിടെ ഉണ്ട്. അതിനുശേഷം ഞാൻ താഴോട്ടൊന്ന് പോയി, ആ വീടിൻ്റെ താഴെ വശത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും അതുപോലെ സഹോദരൻ പ്യാരിലാൽ ഒക്കെ അടക്കം ചെയ്തത് ഈ വീട്ടിലാണ്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമോ നോക്കാൻ പോയി, പക്ഷെ പറ്റിയില്ല. വലിയ മതിലാണ്, നമുക്കത് കാണാനൊന്നും പറ്റത്തില്ല. ഈ വീടിന് വശത്തോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ ആയിരിക്കാം, നമുക്കത് കാണാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പഴയ വീട്, അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഹിൽ വ്യൂ എന്ന വീടും അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ വീട് വന്ന, അറിയില്ല. ബാക്കിൽ കാണുന്നതാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട്. എന്തായാലും ഇതാണ് ഹിൽ വ്യൂ എന്ന വീട്. ഇതാണ് മുൻവശം. പിന്നെ സൈഡിൽ കൂടെ ആ വഴി കൂടെ പോകുമ്പോഴാണ് അടുത്ത ഗേറ്റ് കൂടെ ആ വീട്ടിലേക്ക് പോകുന്നത്. ഈ വീടിൻ്റെ ബാക്ക് വശം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ വീട്ടിൽ ഈ കാറൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. മോസ്റ്റ്ലി മോഹൻലാൽ സാറിൻ്റെ കാറൊക്കെ. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ബാക്കിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അദ്ദേഹം അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ആരും താമസിക്കുന്നില്ലെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ വീട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വീടാണ്. ഇതാണ് എല്ലാവരുടെയും സ്വന്തം ലാലേട്ടൻ്റെ വീട്.